السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. وهو الذي جعل الليل والنهار خلفة لمن أراد أن يذكر أو أراد شكورا. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ലോകത്തിൻ്റെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിന് തഖ്വയുള്ള മുത്തഖീങ്ങളായി മുഅ്മിനീങ്ങളായി ജീവിതം നയിക്കണമെന്ന് എല്ലാ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ലോകം പുതിയൊരു വർഷത്തിന് സ്വാഗതമാകാൻ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. 2024 നമ്മോട് വിട പറയുകയും 2025 സമാഗതമാകുകയും ചെയ്യുന്ന സന്ദർഭത്തിലാണ് നാം. ലോകമാകെ പുതുവർഷത്തെ സ്വീകരിക്കുവാൻ വേണ്ടി പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ന്യൂ ഇയർ പാർട്ടികൾ, ലൈറ്റ് ഷോകൾ, കരിമരുന്ന് പ്രയോഗങ്ങൾ, വാദ്യമേളങ്ങൾ, കാർണിവൽ തുടങ്ങി ഒട്ടനേകം ആഘോഷങ്ങൾ ആസൂത്രണം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മളുള്ളത്. ന്യൂ ഇയർ പാർട്ടികൾക്കായി ഹോട്ടലുകൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഡിസംബർ 31 രാത്രി 12 മണിയാകാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമ്മുടെ യുവാക്കൾ. പുലരും വരെ നൃത്തവും സംഗീതവും ലൈംഗികതയും നിറഞ്ഞ പാർട്ടികളാണ് എല്ലായിടത്തും. ചുരുക്കത്തിൽ പുതുവർഷത്തിൻ്റെ പേരും പറഞ്ഞ് കുടിച്ച് കൂത്താടാനുള്ള ഒരു ദിനമായിട്ടാണ് നമ്മുടെ യുവതലമുറ ഈ ദിവസത്തെ കാണുന്നത്. അതിനിടയ്ക്ക് അന്നത്തെ അനിഷ്ട സംഭവങ്ങളിലും അപകടങ്ങളിലും ഒക്കെ പെട്ട് ഒരുപാട് പേര് ഓരോ പുതുവർഷത്തിലും മരണപ്പെട്ടു പോകുന്നുണ്ട്. അവർക്ക് പുതിയൊരു വർഷം കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുന്നില്ല. ദുഃഖകരം എന്ന് പറയട്ടെ, പുതുവർഷം ആഘോഷിക്കുന്ന മുസ്ലിങ്ങളുടെ എണ്ണം ഓരോ വർഷവും വർദ്ധിച്ചു വരികയാണ്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ചിന്തയ്ക്ക് വിഷയീഭവിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ഒരു വർഷം മാറുന്നത് ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണോ എന്നാണ് ആദ്യമായി നമ്മൾ ചിന്തിക്കേണ്ടത്. മാർ ഗ്രിഗോറിയസ് എന്ന ക്രിസ്ത്യൻ പാതിരി രൂപകൽപ്പന ചെയ്ത ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരമാണ് ഈ വർഷമാറ്റം നടക്കുന്നത്. ഇതുപോലെ വേറെയും കലണ്ടറും വർഷം മാറലുമൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. 1400 വർഷം പഴക്കമുള്ള ഹിജ്റ വർഷാരംഭം മുഹറം 1-നാണ്. മലയാള വർഷാരംഭം ചിങ്ങം 1-നാണ്. അധ്യയന വർഷം ആരംഭിക്കുന്നത് ജൂൺ 1-നാണ്. സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത് ഏപ്രിൽ 1-നാണ്. അതേമാതിരി ശകവർഷങ്ങളുണ്ട്, മറ്റു വർഷങ്ങളുണ്ട്. അപ്പോൾ ഈ വർഷാരംഭം എന്നുള്ളത് ആപേക്ഷികമാണ്. ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായ ആഘോഷങ്ങളുണ്ട്, വർഷ ആരംഭങ്ങളുണ്ട് എന്നുള്ളതാണ്. ഓരോ സമൂഹത്തിനും വ്യത്യസ്തമായ വർഷങ്ങൾ ആരംഭിക്കുന്നുണ്ട്.
അപ്പോൾ ഏത് അടിസ്ഥാനത്തിലാണ് നാം ഈ ഒരു പുതുവർഷത്തെ ആഘോഷമാക്കുന്നത് എന്നതാണ്. ആഘോഷം എന്നാൽ വലിയ മഹൽ സംഭവങ്ങൾ, ഏതെങ്കിലും മഹാപുരുഷൻ്റെ ജയന്തി, സമാധി, ഇതിനൊക്കെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് മിക്കവാറും ആഘോഷങ്ങളെല്ലാം ഉണ്ടാവാറുള്ളത്. ഇസ്ലാമിൽ 2 ആഘോഷങ്ങൾ വ്രതവും ഹജ്ജുമാകുന്ന 2 മഹൽ സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് സമൂഹത്തിലെ അശരണരെയും അവശരെയും സഹായിച്ചുകൊണ്ടാണ് ആ 2 ആഘോഷങ്ങളും നടത്തപ്പെടുന്നത്. എന്നാൽ അങ്ങനെ സാമൂഹികമായ യാതൊരു പ്രതിബദ്ധവുമില്ലാത്ത, സമൂഹത്തിന് ദുഷിച്ച ഫലങ്ങൾ സംഭാവന ചെയ്യുന്ന ആഘോഷമാണ് ന്യൂ ഇയർ ആഘോഷം എന്നുള്ളത്. നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായിട്ടേ ഉള്ളൂ. പണ്ട് പുതുവർഷം എന്ന് പറഞ്ഞാൽ പുതിയൊരു കലണ്ടർ വാങ്ങി ചുമരിൽ തൂക്കുന്നതിൽ ഒതുങ്ങുമായിരുന്നു. ഇപ്പോൾ കാശും സൗകര്യങ്ങളും കൂടിയപ്പോൾ പുതിയ പുതിയ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. സത്യത്തിൽ ഗ്രിഗോറിയൻ കലണ്ടറിന് ഇത്രയധികം പ്രചാരം ലഭിക്കാനുണ്ടായ കാരണം ബ്രിട്ടീഷ് കോളനികൾ ലോകത്താകെ വ്യാപിച്ചതാണ്. അതുപോലെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനമാണ്. ക്രിസ്ത്യാനികൾ ഈ വർഷം മാറ്റം അവരുടെ മതാചാരമായിട്ടാണ് കാണുന്നത്. ഡിസംബർ 31 രാത്രി അവരുടെ പള്ളികളിൽ പാതിരാ കുർബാനകളും പ്രാർത്ഥനകളും മറ്റും നടക്കുകയാണ്. അപ്പോൾ ഇതൊന്നും അറിയാതെ മുസ്ലിങ്ങളായ നമ്മളും അതിൽ ഭാഗവാക്കാവുന്ന ഒരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇതാണ് പ്രവാചകൻ പ്രവചിച്ചത്. മുൻഗാമികളുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് നിങ്ങൾ പിൻകാലത്ത് പരിവർത്തിക്കപ്പെടും എന്ന് പറയുകയുണ്ടായി. ലതത്തബിയന്ന സുനന മങ്കാന ഖബലക്കും ശിബറം ബി ശിബിരിൻ വദിറാഅൻ ബിദിറായിൻ. മുമ്പ് കഴിഞ്ഞുപോയ ആളുകളുടെ ചര്യകളെ, അഥവാ ജൂത ക്രൈസ്തവരുടെ ചര്യകളെ നിങ്ങൾ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും നിങ്ങൾ പിൻപറ്റും എന്നാണ്. അപ്പോൾ ജൂത ക്രൈസ്തവ മതാചാരങ്ങൾ നമ്മളറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാന കലണ്ടർ ഹിജ്റ കലണ്ടറാണ്. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വർഷത്തിൻ്റെ അടിസ്ഥാനമായി ഒരു വർഷം, ഇസ്ലാമിനൊരു വർഷം വേണമെന്ന് തീരുമാനിച്ചപ്പോൾ അതിൻ്റെ അടിസ്ഥാനമായി തിരഞ്ഞെടുത്തത് ഹിജ്റയാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഹിജ്റ എന്നുള്ളത് സത്യത്തിൽ നിന്നും അസത്യത്തെ വേർതിരിച്ച ഒരു മഹൽ സംഭവമാണ്. അതുകൊണ്ട് കാലത്തെ വേർതിരിക്കുന്നത് ഹിജ്റ തന്നെ ആവട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വിശ്വാസികൾ അവരുടെ ആരാധനാ കർമ്മങ്ങൾക്കെല്ലാം അടിസ്ഥാനമാക്കുന്നത് ഹിജ്റ വർഷമാണ്. അതിൻ്റെ പുതുവർഷമാണ് മുഹറം 1. പക്ഷെ അതുപോലും ഒരാഘോഷമായി കൊണ്ടാടണമെന്ന് ഇസ്ലാം പറയുന്നില്ല. അപ്പോൾ ഗ്രിഗോറിയൻ കലണ്ടർ വർഷമാറ്റം ആഘോഷിക്കുന്നതിന് ഇസ്ലാമിൽ യാതൊരു തെളിവുമില്ല. മുൻഗാമികളായ സലഫു സാലിഹ്യങ്ങളോ സഹായിമാരോ ആരും തന്നെ ഒരു വർഷം മാറുന്നത് ഒരു ആഘോഷമായി കൊണ്ടാടിയതിന് തെളിവില്ല. അതുകൊണ്ട് തന്നെ ഇത് ദീനിൽ ബിദ്അത്തായി പിന്നീട് കടത്തിക്കൂട്ടിയ ഒരു ആചാരമായിട്ടേ നമുക്ക് കാണുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കിയേ പറ്റൂ. ഒഴിവാക്കൽ മുസ്ലിം സമൂഹത്തിന് അനിവാര്യമാണ്. ഇനി ഇതിൻ്റെ ദൂഷ്യവശങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ ആഘോഷങ്ങൾ ഭാവി തലമുറയുടെ ധാർമ്മിക അധപ്പതനത്തിന് ഇത് കാരണമാകുന്നുണ്ട്. ഈ ആഘോഷങ്ങളിൽ മദ്യവും അതുപോലെ തന്നെ മയക്കുമരുന്നും അതേമാതിരി വ്യഭിചാരവുമൊക്കെ അവിടെ ഈ ആഘോഷത്തിൽ കടന്നു വരുന്നുണ്ട്. പലരും മദ്യപാനം തുടങ്ങുന്നത് തന്നെ ന്യൂ ഇയറിലെ പാർട്ടികളിലൂടെയാണ്. രണ്ടാമതായി പാപം ചെയ്യാനുള്ള പ്രേരണ. ഡിസംബർ 31 രാത്രി 12 മണിയാകുമ്പോൾ എല്ലാ ന്യൂ ഇയർ പാർട്ടിയിലും ലൈറ്റുകൾ ഓഫാകാണ്. അപ്പോൾ പിന്നെ അവിടെ എല്ലാ കാര്യങ്ങളും ഹലാലാണ്, അനുവദനീയമാണ്. വ്യഭിചാരത്തിനും അനാശ്വാസ പ്രവർത്തനത്തിനും പ്രചോദനമേകുന്ന, പാപങ്ങൾ ചെയ്യാൻ പ്രേരണ നൽകുന്ന ഒരാഘോഷമാണ് ഈ ന്യൂ ഇയർ ആഘോഷം എന്നുള്ളത്. അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗങ്ങളുടെ ആചാരങ്ങളെ നമ്മൾ അനുകരിക്കുകയാണ്. ഇങ്ങനെ സമൂഹത്തിന് തിന്മകൾ സംഭാവന ചെയ്യുന്ന ഒരു ആഘോഷമാണ് ന്യൂ ഇയർ ആഘോഷമെന്ന്. വിശുദ്ധ ഇസ്ലാം വർഷങ്ങളുടെയും മാസങ്ങളുടെയും മാറ്റം എന്നുള്ളത് മനുഷ്യനെ ആലോചിക്കുവാനും ചിന്തിക്കുവാനും വേണ്ടി നിശ്ചയിച്ചതാണ് എന്ന് നമ്മെ ഉണർത്തുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ വർഷങ്ങൾ മാറി വരുന്നു, ഋതുക്കൾ മാറി വരുന്നു, കാലങ്ങൾ മാറി വരുന്നു, ഗ്രീഷ്മവും തണുപ്പും ചൂടും ഒക്കെ മാറി മാറി വരുന്നു. അങ്ങനെയൊക്കെ വരിക, അങ്ങനെ കാലങ്ങൾ മാറി വരിക, വർഷങ്ങൾ മാറുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. 25-ാം അധ്യായം സൂറത്ത് ഫുർഖാനിലെ 62-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്,
വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫതൻ ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുകൂറ. അള്ളാഹുവാണ് രാത്രിയെയും പകലിനെയും മാറി മാറി വരുന്നതാക്കിയത്. രാത്രിയും പകലും മാറി മാറി വരുന്ന ദിവസങ്ങളുണ്ടാകുന്നു. ദിവസങ്ങൾ കഴിഞ്ഞ് മാസങ്ങളുണ്ടാകുന്നു. മാസങ്ങൾ കഴിഞ്ഞ് അത് വർഷങ്ങളാകുന്നു. ഇങ്ങനെ മാറി വരുന്നതാക്കിയത് എന്തിനാണ്? ലിമൻ അറാദ അൻ യദ്ദക്കറ, അള്ളാഹുവിനെ ഓർക്കുവാനും അള്ളാഹുവിനെ സ്മരിക്കുവാനും, ഔ അറാദ ശുക്കൂറ, അള്ളാഹുവിന് നന്ദി ചെയ്യുവാനും വേണ്ടിയിട്ടാണ് അള്ളാഹു ഈ വർഷമാറ്റം, മാസങ്ങളുടെ മാറ്റം, ദിവസങ്ങളുടെ മാറ്റം ഒക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അള്ളാഹുവിനെക്കുറിച്ച് മനസ്സിലാക്കി അവന് ശുക്റുകളും ദിക്റുകളും അർപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് എന്നാണ്. അതുപോലെ തന്നെ ഒരു വർഷം നമ്മളിൽ നിന്നും നഷ്ടപ്പെട്ടു പോകുമ്പോൾ നാം സന്തോഷിക്കുകയാണോ ദുഃഖിക്കുകയാണോ വേണ്ടത്? നമ്മളിൽ നിന്നും ഒരു സാധനം നഷ്ടപ്പെട്ടാൽ നമ്മൾ സന്തോഷിക്കലാണോ അത് സങ്കടപ്പെടലാണോ? തീർച്ചയായും നമുക്ക് സങ്കടമായിരിക്കും സാധനം നഷ്ടപ്പെട്ടു പോയാൽ. ഇവിടെ നമുക്ക് നഷ്ടമാണ്. ഒരു വർഷം നമ്മൾ ജീവിച്ച് തീർത്തിരിക്കുന്നു. ശരിക്കും നാം സങ്കടപ്പെടേണ്ട ദിവസമാണിത്. ഒരു വർഷത്തിൻ്റെ മരണത്തിന് നാം സാക്ഷ്യം വഹിച്ചിരിക്കുന്നതാണ്. ഓരോ പുതുവർഷം കടന്നു വരുമ്പോഴും കഴിഞ്ഞുപോയ 2025 കടന്നു വരുമ്പോൾ 2024 എന്ന വർഷത്തിൻ്റെ മരണത്തിൻ്റെ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. എല്ലാവരും എല്ലായ്പ്പോഴും മരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 20 വയസ്സായിട്ടുണ്ടെങ്കിൽ 19കാരൻ നമ്മളിൽ നിന്നും മരിച്ചുപോയി എന്നാണ്. യുവത്വം കടന്നു വരുമ്പോൾ ബാല്യം നമ്മളിൽ നിന്നും മരിച്ചുപോയി എന്നാണ്. ഒരു കവി അത് പറയുന്നുണ്ട്. ഇന്ന ദഖാത ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത ദഖായികും വസവാനി. ഓരോ മനുഷ്യൻ്റെയും ഹൃദയത്തിൻ്റെ മിടിപ്പുകൾ അവനോട് പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? അവൻ്റെ ജീവിതം ദഖായികും വസവാനി, മിനിറ്റുകളും മണിക്കൂറുകളുമാണ്. മിനിറ്റുകൾ മണിക്കൂറുകൾ ചേർന്ന് ദിവസങ്ങൾ ഉണ്ടാകുകയാണ്. ദിവസങ്ങൾ ചേർന്ന് ആഴ്ചകൾ ഉണ്ടാകുന്നു. ആഴ്ചകൾ ചേർന്ന് മാസങ്ങളുണ്ടാകുന്നു. മാസങ്ങൾ ചേർന്ന് വർഷങ്ങളുണ്ടാകുന്നു. അപ്പം അവൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് അവനോട് പറയുകയാണ്, നിൻ്റെ ജീവിതമാണ് ഈ ഓരോ മിടിപ്പും എന്ന് അവനോട് പറയുന്നുണ്ട്. മഹാനായ സ്വാത്വികൻ ഹസൻ ബസരി പറയുകയാണ്, കുല്ലു സബാഹി യഖൂലു ലിന്നാസ്, ഓരോ പ്രവാചകവും മനുഷ്യനോട് പറയുന്നുണ്ട്, യബ്ന ആദം, ഓ മനുഷ്യപുത്ര, ഇന്നമ അന്ത അയ്യാം, നീ ദിവസങ്ങളാണ്. നീ എന്ന് പറഞ്ഞത് ഈ ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമാണ്. ഇതാ ദഹബ യോമൻ ദഹബ ബാലുക്, ഒരു ദിവസം അങ്ങ് കഴിഞ്ഞു പോയാൽ നിൻ്റെ ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് കഴിഞ്ഞു പോകുന്നത്. നമ്മൾ ചുമരിൽ തൂക്കുന്ന പുതിയ വർഷത്തെ കലണ്ടർ നമ്മോട് പറയുന്നത് നമ്മുടെ മൂലധനമാകുന്ന സമയം നമ്മളിൽ നിന്നും ഇതാ കൈമോശം വന്നു പോയിരിക്കുന്നു. ഒരു വർഷം തീർന്നിരിക്കുന്നു. ആയുസ് എന്ന വാഹനപ്പുറത്ത് കയറി മനുഷ്യനിങ്ങനെ സഞ്ചരിക്കുകയാണ്. വമൽ മർഉ ഇല്ലാ റാക്കിബുൽ ലഹ്റ ഉംരിഹി അലാ സഫരിൻ യുഫ്നീഹി ബിൽ യൗമി വശഹരി യബീതു വയൽഹാ കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബരി. വളരെ ഹൃദയസ്പർശമായിട്ട് ഒരു കവി ആശയത്തെ എങ്ങനെ അനാവരണം ചെയ്യുന്നുണ്ട്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തൻ്റെ ആയുസ് എന്ന വാഹനപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാണ്. ആ യാത്ര വലാ സഫരിൻ യുഫ്നീഹി ബിൽ യൗമി വശഹരി, ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളുമായിട്ട് അവൻ്റെ ആയുസ് എന്ന വാഹനപ്പുറത്ത് കയറി അവൻ യാത്ര ചെയ്യുകയാണ്. യബീതു വയുദ്ഹി കുല്ല യൗമിൻ വലൈലത്തിൻ ബഈദൻ അനിദ് ദുനിയാ ഖരീബൻ ഇലൽ ഖബരി. ഓരോ പ്രഭാതമാകുമ്പോഴും ഓരോ പ്രദോഷമാകുമ്പോഴും രാത്രി വരുമ്പോഴും പകൽ വരുമ്പോഴുമൊക്കെ ഈ ദുന്യാവിൽ നിന്ന് ഖബറിലേക്കുള്ള അവൻ്റെ കാൽപ്പാടുകൾ അതിങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. ദുന്യാവിൽ നിന്ന് അവൻ അകന്ന് ഖബറിലേക്ക് അവൻ അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അപ്പോൾ പുതുവർഷത്തിൽ ഒരു പുതിയ കലണ്ടർ നമ്മുടെ ചുമരിൽ തൂക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ചിന്ത മരണചിന്തയാണ്. നമ്മുടെ ശരാശരി ആയുസ് 60-നും 70-നും ഇടയ്ക്കാണ്. ഓരോരുത്തരും അവൻ്റെ വയസ്സ് എത്രയാണെന്ന് ഓർത്താൽ ഇനി ബാക്കി എത്ര ഉണ്ട് നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ അത്രയും വയസ്സ് പൂർത്തിയാക്കാതെ ആഗ്രഹങ്ങൾ നിറവേറ്റാതെ ഈ ലോകത്തിന് നമ്മൾ മരിച്ചു പോവേണ്ടതായിരിക്കും. ഇനി ഒരു പുതിയ വർഷം നമ്മൾ കാണുമോ, 2026 കാണുമോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. നിശ്ചയിച്ച നമ്മുടെ മകൻ്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ, നിർമ്മിച്ച വീടിൻ്റെ ഗൃഹപ്രവേശനത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ,
ഈ ലോകത്ത് നിന്ന് ഒരുപാട് പേര് മരണപ്പെട്ടു പോകുന്നുണ്ട്. അപ്പം ഒരു വർഷം കടന്നു വരുമ്പോൾ ഈ ഒരു ചിന്തയും ഈ ഒരു ബോധവുമാണ് നമ്മുടെ മനോമുഖരത്തിലേക്ക് ഉണ്ടാവേണ്ടത്. അക്സിറു ദിക്റഹാദിമില്ലദാത്തിൽ മൗത്ത്, എല്ലാ സുഖങ്ങളെയും എല്ലാ രസങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെക്കുറിച്ചുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം എന്നാണ് ഈ ഹദീസ് നമ്മോട് പറയുന്നത് എന്ന്. ഈ ചിന്ത നമ്മളിൽ എപ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കണം എന്നതാണ്. ഒരു മനുഷ്യനും ഇവിടെ സ്ഥിരമായി നിലനിൽക്കാൻ സാധ്യമല്ല. പ്രപഞ്ചത്തിൽ ഒന്നും സ്ഥിരമായി നിലകൊള്ളുന്നില്ല എന്ന. സൂര്യൻ ഉദിക്കുന്നു, അസ്തമിക്കുന്നു. ചന്ദ്രൻ, ഒരു പിറവി ചന്ദ്രൻ ഉണ്ടാകുന്നു, പിന്നെ അത് വലുതാകുന്നു, പിന്നെ അത് നേർത്ത് അത് ഇല്ലാതായി പോകുന്നു. കാലം മാറി മാറി വരുന്നു. അങ്ങനെ ജീവിതം മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് നമുക്ക് കിട്ടിയ ആയുസ്സിൽ നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്ത് നമ്മളിവിടെ ജീവിതത്തിൻ്റെ ഭാഗധേയം ഇവിടെ അടയാളപ്പെടുത്തണം. നാം ഇവിടെ ജീവിച്ചതിൻ്റെ തെളിവുകൾ, അടയാളങ്ങൾ ഇവിടെ ഉണ്ടാവണം. മനുഷ്യർക്ക് കരുണ ചെയ്ത്, ദയ ചെയ്ത്, അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യമായ കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതുപോലെ തന്നെ പുതുവർഷം കടന്നു വരുമ്പോൾ നമുക്കുണ്ടാവേണ്ട ഒരു ചിന്ത, പിന്നിട്ട് പോയ കഴിഞ്ഞ 2024 കുറിച്ചുള്ളൊരു വിശകലനം നമ്മൾ നടത്തണം. പുതിയൊരു വർഷം കടന്നു വരുമ്പോൾ പത്രങ്ങളിൽ കഴിഞ്ഞൊരു വർഷത്തെ പ്രധാന സംഭവങ്ങളും ദുരന്തങ്ങളുമൊക്കെ ഫീച്ചറായി വരാറുണ്ട്. അതുപോലെ നമ്മുടെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ, പാളിച്ചകൾ, അതേമാതിരി നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, ദുഷ്കർമ്മങ്ങൾ, ഇതൊക്കെ ഒരു ചിന്തയ്ക്ക് വിധേയമാക്കണം എന്നൊരു ഇവാലുവേഷൻ നടക്കണം എന്നാണ് ജീവിതത്തിൽ. ബുദ്ധിമാനായ ഒരു കച്ചവടക്കാരൻ അവൻ്റെ ബിസിനസ് വർഷം കഴിയുമ്പോൾ ഒന്ന് ഓഡിറ്റിന് വിധേയമാക്കും. എത്ര വരുമാനമുണ്ട്, എത്ര നഷ്ടമുണ്ട്, എന്താണ് നഷ്ടത്തിൻ്റെ കാരണമൊക്കെ കണ്ടെത്തി അത് പരിഹരിച്ചുകൊണ്ട് അവൻ മുന്നോട്ട് പോകും. അതുപോലെ തന്നെ ഒരു വർഷം കടന്നു വരുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ ചെയ്തതും ചെയ്യാത്തതും കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പരിശോധന നടത്തണം. നീ ഒരു യുവാവാണെങ്കിൽ നീ മനസ്സിലാക്കണം, എൻ്റെ യുവത്വം ഇതാ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്, ഞാനിതാ മധ്യവയസ്കനാകാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുമ്പ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, യുവത്വം എന്തിന് ചെലവഴിക്കാൻ പറ്റും, ചിന്തിക്കണമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. ആരോഗ്യവാനായ ഒരാളാണെങ്കിൽ അവൻ ചിന്തിക്കേണ്ടത് എന്താണ്, എനിക്കെപ്പോഴും മാരകമായ രോഗങ്ങൾ കടന്നു വരാം, അത് വരുന്നതിന് മുമ്പ് ഈ ആരോഗ്യമുള്ള അവസ്ഥ ഞാൻ എങ്ങനെ ദീനിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി ചിലവഴിക്കണമെന്നുള്ള ചിന്തയാണ്. താങ്കൾ സമ്പന്നതനാണെങ്കിൽ ചിന്തിക്കുക, ഈ സമ്പത്ത് നഷ്ടപ്പെട്ട് നീ ദരിദ്രനാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സമ്പത്തുള്ള കാലത്ത് അതിൻ്റെ ഹക്കുകൾ നിറവേറ്റിയും കൊണ്ട്, അതിൻ്റെ കടമകളും കടപ്പാടുകളും നിർവഹിച്ചുകൊണ്ട്, പാവങ്ങളെ സഹായിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയണം. താങ്കൾ ഒഴിവ് സമയം ലഭിക്കുന്ന ആളാണെങ്കിൽ ചിന്തിക്കുക, ഒഴിവ് സമയം നല്ല കാര്യത്തിന് വേണ്ടി വിനിയോഗിക്കുക. നിനക്ക് ജീവിതത്തിൽ പിന്നെ ജോലിഭാരം വരാൻ സാധ്യതയുണ്ട്. അതിന് മുമ്പായിട്ട് ജീവിതം മുഴുക്കെ ഹയാത്തക്ക കബല മൗത്തിക്ക, മരണം വരുന്നതിന് മുമ്പ് ജീവിതം മുഴുവനും അത് നന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇങ്ങനെ 5 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് 5 കാര്യത്തെ ഉപയോഗപ്പെടുത്തുവാനും അത് ഫലപ്രദമായി ഉപയോഗിക്കുവാനും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് ഉപദേശം നൽകുന്നുണ്ട്. അതുകൊണ്ട് കിട്ടിയ അവസരങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. സമയവും അവസരവും ജീവിത വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുന്നവനാണ് ബുദ്ധിമാൻ എന്നാണ്. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഖേദിക്കാൻ അവസരം ഉണ്ടാവരുത്. അങ്ങനെ മനുഷ്യൻ ഖേദിക്കുമെന്ന് സൂറത്ത് സുമറിൽ 56-ാം വചനത്തിൽ അല്ലാഹ് പറയുന്നുണ്ട്, അൻ തഖൂല നഫ്സുൻ യാ ഹസ്റതാ അലാ മാ ഫറത്തു ഫീ ജംബില്ലാഹ്. അള്ളാഹുവിന് നൽകേണ്ട കടമകൾ, കടപ്പാട്, ഇബാദത്തുകൾ, ആരാധനകളൊക്കെ ഞാൻ വീഴ്ച വരുത്തിപ്പോയല്ലോ പഠിച്ചോനെ എന്ന് മനുഷ്യൻ അവിടെ വെച്ച് ഖേദിക്കുമെന്നാണ്. അതുപോലെ തന്നെ മനുഷ്യരോടുള്ള കടപ്പാടിൽ വീഴ്ച വരുത്തിയ ആളുകളുണ്ട്. അവൻ്റെ അവകാശങ്ങളും അവൻ്റെ സമ്പത്തുമൊക്കെ അനർഹമായി കൈവശപ്പെടുത്തിയവരുണ്ട്. അത് അങ്ങോട്ട് തിരിച്ചു കൊടുക്കണമെന്നാണ്. മറ്റുള്ളവന് അപമാനക്ഷതമുണ്ടാക്കിയവൻ, ഏഷണി പറഞ്ഞവൻ, പരദൂഷണം പറഞ്ഞവൻ, അത് പൊരുത്തപ്പെടിച്ചുകൊണ്ട് മനുഷ്യരുമായുള്ള ബന്ധങ്ങളിൽ നിന്ന്, കടപ്പാടുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അള്ളാഹുമായുള്ള കടപ്പാടുകളിൽ വീഴ്ച വരുത്തിയ ആൾ അള്ളാഹുവിനോട് തൗബ ചെയ്യണം. അതുപോലെ തന്നെ വരാൻ പോകുന്ന വർഷത്തെ സമയബന്ധിതമായി ഉപയോഗപ്പെടുത്തും എന്നുള്ള ദൃഢനിശ്ചയം വേണം. അടുത്ത വർഷത്തിൽ എനിക്ക് കിട്ടുന്ന സമയങ്ങൾ നന്മക്കും സൽക്കർമ്മങ്ങൾക്കും വേണ്ടി ഞാൻ സമയബന്ധിതമായി പാഴാക്കാതെ ഉപയോഗിക്കും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ഈ സന്ദർഭത്തിൽ നമുക്ക് ഉണ്ടാവണം. അതുപോലെ തന്നെ പുതുവർഷം എന്ന് പറയുമ്പോൾ പുതുമയുടെ വർഷമാണ്, പുതുമയാണ്. മനുഷ്യൻ പുതുമയെ ഇഷ്ടപ്പെടുന്ന ആളാണ്. പുതിയ വസ്ത്രം, പുതിയ വാഹനം, പുതിയൊരു ജോലി, പുതിയൊരു വീട്, ഇതൊക്കെ നമ്മുടെ മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ
പുതിയൊരു വർഷം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പുതിയൊരു അമൽ, പുതിയൊരു സൽക്കർമ്മം നമ്മൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. ഇതുവരെ നമ്മൾ ചെയ്യാത്ത എന്നാൽ റസൂലുള്ളാഹിൻ്റെ സുന്നത്തിലുള്ള സൽക്കർമ്മങ്ങൾ, നമ്മൾ ദുഹാ നമസ്കരിക്കാത്ത ആളുകളെ ദുഹാ നമസ്കാരം ഒരു ശീലമാക്കി മാറ്റാം. തഹജ്ജുദ് നമസ്കരിക്കാത്തവർ അത് ശീലമാക്കി മാറ്റാം. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുമ്പോൾ ഉള്ള മര്യാദകൾ, ഉളുവെടുത്ത് ബെഡ് തട്ടിക്കുടഞ്ഞ് ദിക്റുകളൊക്കെ ചൊല്ലി അങ്ങനെ ഉറങ്ങുന്ന ഒരവസ്ഥ, അത് പ്രാവർത്തികമാക്കുക. നിങ്ങൾ പുതുവർഷത്തിൽ ഒരു പുതിയ അമൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മൾ പരിശ്രമിക്കുക. അതുപോലെ തന്നെ വരും വർഷത്തിനെക്കുറിച്ച് ഒരു ശുഭാപ്തി വിശ്വാസം നമുക്കുണ്ടാവണം, പ്രതീക്ഷകൾ നമുക്കുണ്ടാവണം. പ്രതീക്ഷകളാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. പ്രതീക്ഷ അസ്തമിച്ചവൻ നിരാശനായി തീരുമെന്നാണ്. ആ നിരാശ വിശ്വാസികൾക്ക് ഉണ്ടാവില്ല എന്നാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും മക്ക ജീവിതത്തിലെ ഒന്ന് സഹാബികൾ പരാതി പറയുന്നുണ്ട്, പ്രവാചകരെ ഞങ്ങൾ ഒരുപാട് മർദ്ദന പീഡനങ്ങൾ ഏറ്റുമെടുത്തു, അതുകൊണ്ട് ഞങ്ങൾക്ക് എന്നാണ് മോചനമെന്ന് പറഞ്ഞപ്പം പ്രവാചകൻ പറയുന്നുണ്ട്, വല്ലാഹി ലയതിമ്മന്ന ഹാദൽ അംർ, ഈ കാര്യം പൂർത്തിയായി തീരുക തന്നെ ചെയ്യും, ഈ പ്രസ്ഥാനം വിജയിക്കുക തന്നെ ചെയ്യും. ഏതുവരെ? സന്നായിൽ നിന്ന് അൽറമൗത്ത് വരെയുള്ള ദുർഘടമായ പാത ഒരു യാത്രക്കാരന് അള്ളാഹുവിനെയും ചെന്നായുമല്ലാതെ പേടിക്കേണ്ടാത്ത വിധം സുരക്ഷിതമായി തീരുമെന്നുള്ള ശുഭാപ്തി വിശ്വാസം പ്രവാചകൻ സഹാബികൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ പുതിയൊരു വർഷം 2025 കടന്നു വരുമ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് വരേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ ഞാൻ ഉണർത്തിയത്. അപ്പോൾ സത്യവിശ്വാസവും സൽക്കർമ്മങ്ങളും ചെയ്തുകൊണ്ട് സധൈര്യം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. പുതിയൊരു വർഷത്തെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കണം. സൽക്കർമ്മങ്ങൾ കൊണ്ട് ആ വർഷം നിരതമാകാൻ സാധിക്കണം. റബ്ബ് തആല അത് നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകൾ, കുറ്റങ്ങൾ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും നമ്മളിൽ നിന്ന് അല്ലാഹു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന ആളുകൾക്ക് റബ്ബ് തആല ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയ എല്ലാവർക്കും അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുകയും അവരുടെ സൽക്കർമ്മങ്ങൾ അള്ളാഹു സ്വീകരിക്കുകയും അവരെയും നമ്മയും ഒക്കെ അള്ളാഹു നാളെ പരലോകത്ത് ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم.